ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഞാനിന്ന് ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറേ കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കണമെന്ന്. അപ്പം ഹസ്ബൻഡിനോട് കുറേ ദിവസം ഞാൻ പറയുന്നു. അതുപോലെ ഹസ്ബൻഡ് ഇപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അപ്പം അപ്പം മോനെക്കൊണ്ട് ഞാൻ പെയിൻ്റ് അടുപ്പിക്കുകയാണത്. പെയിൻറ്റും ബ്രഷും ഒക്കെ ഡ്രസ്സിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ തൽക്കാലം പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മോനതൊക്കെ പെയിൻ്റ് അടിച്ച് തന്നിട്ട് ശേഷമാണ് സ്കൂളിൽ പോയത് കേട്ടോ. പിന്നെ നമുക്ക് എന്നും വീഡിയോസിലൊരു കണ്ടൻറ്റ് വേണമല്ലോ, നമുക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ദിവസം വീഡിയോ ഇട്ടേ മതിയാവും കേട്ടോ. ഇപ്പോൾ എനിക്കൊരു മുളകിൻ്റെ ഒരു ഭ്രാന്തം കൂടെ തുടങ്ങിയിട്ടുണ്ട്. മുളക് കുറച്ച് കളക്ട് ചെയ്യണൊരു ഇതിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ കുറച്ച് മുളകിൻ്റെ ഐറ്റംസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ 2 തൈകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, പുതിയ ടൈപ്പ്. പിന്നെ കുറേ പാകിയിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ചീരാമുളക് ഇവിടെ അധികം മുളകൊന്നും കൂട്ടൂലെങ്കിലും ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കേട്ടോ മുളക് ഉണ്ടായത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ, നമ്മളെ വീഡിയോൻ്റെ സംഭവങ്ങൾ. അപ്പം പഴയ എൻ്റെ കയ്യിലുണ്ടായ കുറേ ചട്ടികളാണ്, അത് വെർട്ടിക്കൽ ഗാർഡൻ്റെ ചട്ടികൾ, കുളത്തിടുന്ന ടൈപ്പ്. അതിലേക്ക് ഈ ചെടിയാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ചെടീൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. അപ്പം ഇത് പെയിൻ്റ് അടിച്ച് സെറ്റായി ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് ആണി അടിക്കാൻ എന്തായാലും സമ്മതിക്കില്ല. ചുമരുമ്മൽ ആണി തറച്ചിട്ടുള്ള പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ അതിന് സൊല്യൂഷൻ കണ്ടിട്ട് കുറച്ച് ഗഡ്സ് ഉണ്ടായിരുന്നു, ഈർപ്പാന്നാണ് ഞങ്ങൾ പറയാം. അപ്പം ഇത് എടുത്തിട്ടാണ് ഞാൻ ചുമരുമ്മ കെട്ടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ആണി പോലും തറക്കാൻ ഹസ്ബൻഡ് സമ്മതിക്കില്ല. അപ്പോൾ പിന്നെന്താ ചെയ്യാം. അപ്പോൾ അതായിട്ട് ഞാൻ കെട്ടി വെക്കാൻ പോകണം കേട്ടോ. ഫസ്റ്റ് ഈ ഒരു ഫില്ലറുമ്മ ഞാൻ കെട്ടി നോക്കി, പക്ഷേ കാണാനൊക്കെ സെറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കയറി പോകുന്ന സ്ഥലത്തന്നെ ആയതുകൊണ്ട് കെട്ടി വെക്കും കൂടെ ആയതുകൊണ്ട് ചിലപ്പം അഴിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്, നമ്മളെ കൈ എപ്പോഴും തട്ടുന്നതിനെ കൊണ്ട്. പിന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അയച്ചിട്ട് ഞാൻ മാറ്റി അപ്പുറത്തെ ഫില്ലർമലേക്ക് മാറ്റിയിട്ടോ. നമ്മളെപ്പോഴും കയറി വരുന്ന സ്ഥലമായതുകൊണ്ട് കൈ തട്ടി വെക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അപ്പുറത്തെ ഫില്ലർമലേക്ക് മാറ്റി വെച്ചു. ഇനി ചെടികൾ നടണം. കണ്ടോ, അവിടെയും ഇവിടെയും ഗഡ്സ് വെച്ച് കെട്ടിക്കുകയാണ് ചെയ്തത്. ഒറ്റ ആണി തറച്ചാൽ തീർന്ന പ്രശ്നമേ ഉള്ളൂ, പക്ഷെ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിനെ മെനക്കെട്ടില്ല എന്തായാലും. അപ്പോൾ പിന്നെ ഈ ചെടികൾ നടുകയാണ് കേട്ടോ. ഈ ഒരു ചെടിയാണ് എൻ്റെ കയ്യിലുള്ളത്, കുറേ ഉള്ളത്. പിന്നെ അതാകുമ്പോൾ നമുക്ക് ഏത് ഇതിലും വെക്കുകയും ചെയ്യാം. ചട്ടി ഒരു വിധമൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് വൃത്തിയായിട്ടുണ്ട്. എന്തായാലും മണ്ണയിലേക്ക് ഇടാനുള്ളത് തന്നെയല്ലേ. അപ്പം അതാണ് സെറ്റാക്കണത്. ഈ ഒരു ബട്ടർഫ്ലൈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല രസമാണ് കാണാൻ. കുറേ പ്രാവശ്യം ഇത് പോയിട്ടുണ്ടായിരുന്നു. അത് എന്താ ഇപ്പം ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എല്ലാം ഇതേപോലെ മണ്ണ് നിറച്ച് വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട്. നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ചട്ടികളില്ല എൻ്റെ കയ്യിൽ. ആകെ 9 ചട്ടി ഉണ്ടായിരുന്നത്, കുറേ ചട്ടി പൊട്ടിയൊക്കെ പോയി. അപ്പം ഉള്ള ചട്ടി ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. ചട്ടിമ്മ ചളി കിടക്ക് തുടച്ച് കൊടുക്കണം. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ, ഉണ്ടായാലും നല്ല രസമുണ്ടാവും. ഇതിന് തന്നെ മഞ്ഞ കളറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇടയിലൊക്കെ മിക്സ് ചെയ്ത് വെക്കണമെന്ന് എനിക്കൊരു തോന്നുന്നുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുണ്ട് നമ്മൾ വെർട്ടിക്കൽ കാണാൻ. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ ഞാനൊരു ഓൺലൈൻ ഇതിൽ നിന്ന് ഒരു താമര വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊരിക്കൽ പൂവിട്ടതല്ല, പിന്നെ ഇത് പൂവിട്ടിട്ടേ ഇല്ല. ആർക്കെങ്കിലും ഇത് പൂവിടാനുള്ള എന്തെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ കുറേ NPK അത് സംഭവമൊക്കെ ഇട്ട് നോക്കി, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല.